കേരളത്തിന്റെ സൗഹാർദ്ദ അന്തരീക്ഷം സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന സുമനസ്സുകളെല്ലാം പെട്ടെന്ന് കെട്ടടങ്ങട്ടെ എന്നാശിച്ച ഹിജാബ് വിവാദം പക്ഷേ സങ്കീർണമായ നിയമപ്രശ്നമായി വളരുന്ന സാഹചര്യമാണിപ്പോൾ ഉരുത്തിരിഞ്ഞെത്തുന്നത്. വിവാദത്തിന്റെ രത്നച്ചുരുക്കം ഏതാണ്ട് ഇങ്ങനെയാണ്. ഒക്ടോബർ 7-ന് 8ാം ക്ലാസ് വിദ്യാർത്ഥിനി യൂണിഫോമിലില്ലാത്ത ഹിജാബ് ധരിച്ച പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെത്തുന്നു. ശിരോവസ്ത്രം അനുവദിക്കില്ലെന്ന സ്കൂൾ അധികൃതർ നിലപാടെടുത്തതോടെ വിദ്യാർത്ഥിനിയുടെ പിതാവ് നൽകിയ പരാതിയിൽ എറണാകുളം വിദ്യാഭ്യാസ ഉപഡയറക്ടർ സുബിൻ പോൾ അന്വേഷണം നടത്തി. സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതരമായ കൃത്യവിലോപമാണെന്നാണ് DDE കണ്ടെത്തിയത്. ഭരണഘടന ഉറപ്പു നൽകുന്ന മതാചാര സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായ നടപടിയാണ് സ്കൂളിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നും സ്കൂളിൽ ശിരോവസ്ത്രം ധരിക്കാൻ വിദ്യാർത്ഥിനിയെ അനുവദിക്കണമെന്നും സുബിൻ പോൾ സർക്കാരിന് റിപ്പോർട്ട് നൽകി. പിന്നാലെ സ്കൂളിനെതിരെ വിമർശനവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും രംഗത്തെത്തി. കുട്ടി എന്ത് കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ വിട്ട് പോകുന്നത് എന്നുള്ള കാര്യം പരിശോധന വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. അതിന് കാരണക്കാരായവർ തീർച്ചയായിട്ടും ഗവൺമെന്റിനോട് മറുപടി പറയേണ്ടി വരും. എന്നാൽ സ്കൂളിൽ ഹിജാബ് അനുവദിക്കില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ സെന്റ് റീത്താസ് അധികൃതർ DDEയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. ഹർജി പരിഗണിച്ച കോടതി പക്ഷേ സ്റ്റേ അനുവദിച്ചില്ല. വിഷയത്തിൽ സർക്കാരിന്റെ വിശദീകരണം തേടിയ കോടതി വിശദമായ വാദം കേൾക്കാമെന്നും വ്യക്തമാക്കി. വിദ്യാർത്ഥിനിയുടെ പിതാവും കേസിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകുമെന്നാണ് അവസാനമെത്തിയ വാർത്ത. കോടതിയുടെ ഇടപെടൽ വിഷയത്തെ ആഴത്തിലുള്ള പരിശോധനയിലേക്ക് കൊണ്ടെത്തിക്കുമെന്നാണ് നിയമവിദഗ്ധരുടെ വിലയിരുത്തൽ. അത് കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ എന്തൊക്കെ പ്രതിധ്വനികൾ ഉണ്ടാക്കുമെന്നതും നിർണായകമാണ്. സെന്റ് റീത്ത സ്കൂളിന്റെ നിയമങ്ങൾ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ വിദ്യാർത്ഥിനിക്ക് സ്കൂളിൽ പഠനം തുടരാമെന്ന് പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലിന ആൽബിയും വിവാദ പശ്ചാത്തലത്തിൽ സ്കൂൾ മാറാനാണ് കുടുംബത്തിന്റെ തീരുമാനമെന്ന വിദ്യാർത്ഥിനിയുടെ പിതാവും ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചതോടെ രമ്യതയുടെ വാതിൽ നമുക്ക് മുന്നിൽ അടഞ്ഞുപോയോ എന്നതാണ് ഉയരുന്ന ആശങ്ക. ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോഴും ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. എൻ്റെ കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം അവിടെ ഒരു സാമുദായിക സംഘർഷം ഉടലെടുക്കാൻ സാധ്യതയുണ്ടായത്. അവിടെ ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി പരാതിയുമായി ഞാൻ പോകുന്നില്ല. ഹിജാബ് വിവാദം കൈവിട്ടോ?